ഇപ്പം ഒത്തിരി അങ്ങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് നിൽക്കില്ല. എല്ലാം ഒന്നും നമുക്ക് എല്ലാ സിസ്റ്റവും അതിന്റെ പാത്തോഫിസിയോളജി കാര്യങ്ങൾ നമ്മുടെ തലയിൽ നിൽക്കുക. പക്ഷെ മാം എന്ന് പറയുമ്പോൾ വലിച്ചു വാരിയല്ല പഠിപ്പിക്കുന്നത്. നമുക്ക് എന്താണ് നമുക്ക് അതിൽ വേണ്ടത്, നമ്മൾ എന്താണ് അത് കണ്ടീഷനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, അതിന്റെ അൾട്ടിമേറ്റ് ഉള്ള തിയറി മാത്രം മാം പറയുന്നുള്ളൂ. അപ്പൊ അങ്ങനെ അങ്ങനെ മാം പറയുമ്പം ഉള്ള ഒരു യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവർലോഡ് ആവത്തില്ല. കാര്യം എന്താന്നുള്ളത് കിട്ടും പെട്ടെന്ന്. ഉം. പിന്നെ അപ്പൊ തന്നെ നമുക്ക് എന്താ പറയുന്ന നമുക്ക് പൊതുവായിട്ട് ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ ഒരുപാട് വലിച്ചു വാരി പഠിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഇപ്പൊ മാം അങ്ങനെ ക്വസ്റ്റ്യൻസ് പറയുന്ന കൂട്ടത്തിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള തിയറി പറയുന്നുണ്ട്. അപ്പം അത് തന്നെ നമുക്ക് ഒരുപാട് കൂടുതൽ വലിച്ചു വാരി പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. മാം പറയുന്ന ആ ഒരു പാറ്റേണിൽ പഠിച്ചാൽ ഉറപ്പായിട്ട് പാസ്സാകും. മാം ഒന്നിനും ഫോഴ്സ് ചെയ്യുന്നില്ല. കാരണം എന്താ പറയുന്നത്, മാമിന്റെ ക്ലാസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ശ്രദ്ധിക്കാത്ത ഒരാളാണെങ്കിൽ പോലും ശ്രദ്ധിക്കും. കാരണം മാം അത്രയും കൺസൈസ് ആയിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാം ഇത് എഴുതിയെടുക്കണം എന്ന് മാം പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം അത് എഴുതിയെടുക്കേണ്ട കാര്യമാണെന്ന്. കാരണം അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ മാം പഠിപ്പിക്കുന്നുള്ളൂ. വലിച്ചു വാരി ഒന്നും പഠിപ്പിക്കുന്നില്ല. നമ്മൾ അങ്ങനെ റാൻഡം ആയിട്ട് ചുമ്മാ വായിച്ചു പോയി എഴുതി പോയിരുന്ന കാര്യമൊന്നുമില്ല. ശരിക്കും നമ്മൾ ക്ലാസ്സിൽ മാം പറയുന്ന ആ ഒരു പോയിന്റിന്റെ കൂടെ തന്നെ നമ്മൾ പോയിട്ട് അത് എഴുതിയെടുത്ത് അത് തന്നെ നമ്മൾ ഗോത്രൂ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും.